ഇത് അളകനന്ദ. നിങ്ങൾ എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സംശയരോഗിയായ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ആസിഡാക്രമണം നേരിട്ട പെൺകുട്ടിയാണ്. ഈ ആസിഡാക്രമണത്തിൽ അമ്മ മരിച്ചു പോയിരുന്നു. പിന്നീട് അച്ഛൻ സൂയിസൈഡ് ചെയ്തു. ഒരു വലിയൊരു മെൻ്റൽ ട്രോമ. അതിൻ്റെ ഒപ്പം തന്നെ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് കുടുംബം ചിന്ന ഭിന്നമായി പോയി. ഒരുപാട് കടബാധ്യത വന്നു. പിന്നീട് ചികിത്സയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വന്നു. ഇന്ന് അളകനന്ദ ഭയങ്കര ഹാപ്പിയാണ്. ABC മലയാളത്തിലോട്ട് സ്വാഗതം. പോട്ടെ, സുഖമായിട്ടിരിക്കുന്നോ? ഇപ്പൊ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? 8ൽ. ഏതാ സ്കൂള്? ഫാത്തിമാല ഗേൾസ് സെക്കൻഡറി സ്കൂൾ. എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ? നന്നായി പോകുന്നു. അസുഖമൊക്കെ എങ്ങനെ പോകുന്നു? കൈ വയ്യായിക്കൊക്കെ നന്നായി കുറവുണ്ടോ? ഉണ്ട്. അന്നത്തെ സംഭവം ഓർമ്മയുണ്ടോ അളകനന്ദയ്ക്ക്? കുറച്ച്. എന്താ ഓർമ്മയുള്ളത്? ഓർമ്മയുള്ളതല്ലേ? കൊറേ വേദന സഹിച്ചോ ആശുപത്രിയില്? അച്ഛനെ പ്രാഗിയോ? നല്ല പ്രാഗിയിട്ടുണ്ട്. സങ്കടം തോന്നിയോ? കൊറേ കരഞ്ഞിട്ടുണ്ട്. അളകനന്ദ എന്ന് പറഞ്ഞ കൊച്ചിൻ്റെ അമ്മമ്മയാണ്. അവളുടെ ഭർത്താവ് ഒരു പക്വത കുറവുള്ളൊരു മനുഷ്യനായിരുന്നു. കുറേ 10-11 കൊല്ലം ഒന്നിച്ച് ജീവിച്ചു. പക്ഷെ അവനെ ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. അതൊന്നും അവൻ ഉൾക്കൊണ്ടില്ല, ശരിയായില്ല. കൗൺസിലിങ് കാര്യങ്ങൾ, സൈക്കാട്രിസ്റ്റിനെ കാണിക്കുകയെല്ലാം ചെയ്തു. മാനസിക പ്രശ്നം, സംശയരോഗം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം എന്ന് വെച്ചാൽ അപ്പോൾ ഡോക്ടർ ആദ്യം ജീവിച്ചു. മോള് ശ്രമിച്ച് ജീവിച്ചതാണ്. മക്കൾ 3 അവളും അവളെ 2 മക്കളും ഒറ്റയ്ക്ക് കടയിൽ നിൽക്കുമ്പോഴാണ് ഇവൻ പിന്നെ ഒരു ബക്കറ്റിൽ ആസിഡുമായി വന്ന് ബക്കറ്റിൽ 2.5 ലിറ്ററാണ് വാങ്ങിച്ച് ബക്കറ്റിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ബക്കറ്റിലാക്കി മുകളിൽ ഒളിച്ചിരുന്നു. ടെറസിൻ്റെ മുകളിൽ കയറി ഒളിച്ചിരുന്ന് മക്കൾ താഴെ നിൽക്കുമ്പോൾ ചെറിയ മോൻ കണ്ടു. അച്ഛനെ കണ്ട പാടെ ഇവൻ എന്താക്കി, മോള് നോടി ഇറങ്ങി വന്ന് ഈ ബക്കറ്റിൽ ആസിഡ് മോള് തിരിഞ്ഞ് നോക്കലും ഒറ്റ ഒഴിക്കലുമായിരുന്നു. ഒഴിച്ചു. അപ്പം മോള് പോയി അടുത്ത് നിന്നു. അവളെ മേത്തുമായി. അങ്ങനെ പിന്നെ അവിടുന്ന് നാട്ടുകാരും പോലീസുകാരൊക്കെ കൂടിയാണ് ആശുപത്രി കൊണ്ടുപോയി. അവൾക്ക് 11 വയസ്സ് അന്നേരം. അപ്പോൾ അവളെ കൊണ്ടുപോയി ആംബുലൻസിൽ ഞാനാണ് പോയത്. പുറകിൽ നാട്ടുകാരൊക്കെ കൂടിയാണ് എൻ്റെ മോളെ ആംബുലൻസിൽ കൊണ്ടുവന്നത്. അങ്ങനെ പിന്നെ മോളെ അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ ICUയിൽ കയറ്റി. ചെറുതിനെ മോളെ വലിയവരെ ആശുപത്രിയിൽ വെന്റിലേറ്ററിലും കയറ്റി. അങ്ങനെ അവൾ 7 ദിവസം വെന്റിലേറ്ററിൽ കിടന്ന് 8ൻ്റെ അന്ന് മരിച്ചു. അതിന് ഏത് സമയം ഓർത്തുകൊണ്ടിരുന്ന സങ്കടം മാത്രമേ ഉണ്ടാവുള്ളൂ. അളകനന്ദയ്ക്ക് അച്ഛൻ്റെ ആക്രമണം വന്നപ്പോൾ ഏകദേശം 50% പൊള്ളലേറ്റു. ഇപ്പോൾ കൈ ഉൾപ്പെടെ കണ്ടോ? തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഒരു 5 ദിവസം കാത്തതിൻ്റെ ശേഷമാണ് അവൾക്ക് കുറച്ചൊരു ആരോഗ്യസ്ഥിതി വന്നപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി വീട്ടിൽ കൊണ്ടുപോയി എണ്ണ വരട്ടിയൊക്കെയോളം പറഞ്ഞു അവർ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടുത്തെ നമ്പർ കിട്ടിയപ്പോൾ ഇങ്ങോട്ട് പോന്നു. വൈദ്യരെ വിളിച്ച് ചോദിച്ചപ്പോൾ വൈദ്യർ വന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. അവളിവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടുത്തെ ഈ ചെറിയ ജോലിയും ചെയ്ത് അങ്ങനെ അവളെ സംരക്ഷിച്ച് കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നു. എന്താണ് ആഗ്രഹം? ഡോക്ടറാണെന്ന്. എന്നിട്ട് ഡോക്ടറായിട്ട് എല്ലാവരും ചികിത്സിക്കണം. ഫ്രീ ആയിട്ട് ചികിത്സിക്കും. ഓക്കെ. ഇപ്പോൾ കണ്ണിന്റെ കാഴ്ച എങ്ങനെയുണ്ട്? ഇപ്പോൾ കുഴപ്പമില്ല. പണ്ടത്തെക്കാളും കുറവുണ്ടല്ലേ? കുറവുണ്ട്. ഇപ്പോൾ പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട്? നന്നായി പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇഷ്ടപ്പെട്ടോ ഈ സ്ഥലമൊക്കെ? നല്ല സ്ഥലമൊക്കെയാണ്. ആണോ? അപ്പോൾ എല്ലാം ശരിയാവും കേട്ടോ. പഠിച്ച് നല്ല മിടുക്കിയായിട്ട് ഒരു ഡോക്ടറൊക്കെ ആയിട്ട് അടിപൊളിയാവണം കേട്ടോ. എന്നിട്ട് ഡോക്ടർ ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വരും ഇതുപോലൊരു ഇന്റർവ്യൂ എടുക്കാൻ. തരില്ല ഞങ്ങൾക്ക്. അപ്പോൾ ABC മലയാളത്തിലോട്ട് ഇത്ര നേരം തന്നെ താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.